അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അപ്പോൾ നമ്മൾ ദൈവാസ്തിക്യത്തിനുള്ള തെളിവുകൾ നമ്മൾ പലപ്പോഴായി പരിശോധിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് അത്തരത്തിലുള്ള മറ്റൊരു ആർഗ്യുമെൻ്റാണ് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഡിസൈൻ ആർഗ്യുമെൻറ്റ്. അപ്പോൾ ഡിസൈൻ ആർഗ്യുമെൻറ്റിനെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. ഷാനു, എന്താണ് ഈ ഡിസൈൻ ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്? എന്താണ് നമ്മൾ ജനറലി ഏതൊരു കാറ്റഗറിയിലാണ് ഈ ഡിസൈൻ ആർഗ്യുമെൻറ്റ് വരുന്നത്? ഇപ്പം അള്ളാഹുവിൻ്റെ എവിഡൻസ് അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ അസ്തിത്വത്തിനുള്ള എവിഡൻസ് എന്ന് പറയുമ്പം അത് കോസ്മോളജിക്കൽ ആർഗ്യുമെൻ്റ്, കണ്ടിജൻസി ആർഗ്യുമെൻ്റ്, അങ്ങനെയുള്ള ആർഗ്യുമെൻറ്റ്സ് നമ്മൾ കേൾക്കാറുണ്ട്. ഇതൊക്കെ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഈ പ്രപഞ്ചം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നതിൽ നിന്ന് ദൈവം ഉണ്ട് എന്നത് ഇൻഫർ ചെയ്യുന്നതാണ്. ആസ് എ വോൾ, പ്രപഞ്ചം ആസ് എ വോൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ മാറ്റങ്ങളും തുടക്കവും അതേപോലെ കണ്ടീജൻ്റ് ആയിട്ടുള്ള, ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഈ പ്രപഞ്ചം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് ദൈവമുണ്ട് എന്നുള്ളൊരു ഇൻഫറൻസ് ആണ് ഇത്തരം ആർഗ്യുമെൻറ്റ്സ് ചെയ്യാറുള്ളത്. ഡിസൈൻ ആർഗ്യുമെൻറ്റ്സ്, അല്ലെങ്കിൽ കുറച്ചും കൂടി ടെക്നിക്കലായി പറയുകയാണെങ്കിൽ ടിലിയോളജിക്കൽ ആർഗ്യുമെൻറ്റ്സ് പറയുന്നത് ഈ പ്രപഞ്ചത്തിൻ്റെ ചില ഫാക്ട്സ് നമ്മൾ നോക്കുമ്പോൾ, ചില കാര്യങ്ങൾ നോക്കുമ്പോൾ അത് ഒരു പ്രത്യേക രീതിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു പ്രത്യേക രീതിയിൽ അത് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ള ഒബ്സർവേഷനിൽ നിന്ന് അതിൻ്റെ പിന്നിലൊരു ഡിസൈനർ ഉണ്ട്, ഒരു പ്ലാനർ ഉണ്ട്. കാരണം ഒരു പ്ലാൻ ചെയ്ത് എയിം ചെയ്ത് ഒരു ടാർഗറ്റ് മനസ്സിൽ വെച്ച് ഒരാൾ പ്ലാൻ ചെയ്തുണ്ടാകുന്ന റിസൾട്ട് പോലെയാണ് നമ്മൾ പ്രപഞ്ചം കാണുന്നത്. അതുപോലെ ഒന്ന് പ്രപഞ്ചത്തിനുണ്ട്, അല്ല അത് അങ്ങനെയുള്ള വസ്തുക്കൾ പ്രപഞ്ചത്തിലുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ട് എന്നാണ് ബേസിക്കലി ടെലിയോളജിക്കൽ ആർഗ്യുമെന്റ്സ് പറയുന്നത്. അതായത് ഒന്നിൽ ആ ഒരു പ്രപഞ്ചം ഉണ്ട് എന്നുള്ള ഒരു വസ്തുതയിൽ നിന്ന് നമ്മൾ ആർഗ്യുമെന്റ് വയ്ക്കുന്നു. രണ്ടാമത്തതിൽ പ്രപഞ്ചത്തിന്റെ ചില പ്രോപ്പർട്ടീസ്, അല്ലേ, ചില സവിശേഷതകൾ, ആ സവിശേഷതകൾ ഒരാൾ ഡിസൈൻ ചെയ്തതുപോലെയാണ് എന്നതിൽ നിന്ന് ഒരു ഡിസൈനർ ഉണ്ട് എന്നുള്ളത് ഇൻഫർ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഒരു ആർഗ്യുമെന്റ്, എന്താണ് അതിൻ്റെ ഒരു പ്രിമൈസ് ആയിട്ട് നമ്മൾ എടുക്കുന്നത്? എന്തൊക്കെ ഇൻഫർമേഷൻ ആണ് എടുക്കുന്നത്? അതിൽ നിന്ന് എങ്ങനെയൊക്കെയാണ് നമ്മൾ കൺക്ലൂഷനിലേക്ക് എത്തിപ്പെടുന്നത്? ഇവിടെ ഇപ്പം ടെലിയോളജിക്കൽ ആർഗ്യുമെന്റ്സ് പല കാറ്റഗറി ഓഫ് ആർഗ്യുമെന്റ്സ് ഉണ്ട്. അപ്പം അതിലേറ്റവും വളരെ പോപ്പുലർ ആയിട്ട് വരുന്ന ഒന്നാണ് ലൈഫ് പെർമിറ്റിംഗ് കോൺസ്റ്റൻസ്. അതായത് നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ കോൺസ്റ്റൻസ് ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ ആയിരുന്നുവെങ്കിൽ ഈ പ്രപഞ്ചം ഇവിടെ ഇങ്ങനെ ലൈഫ് പെർമിറ്റ് ചെയ്യുന്ന രീതിയിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ആ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ പ്രിസൈസ്ലി ആയത് ഇപ്പം ഒരു റേഡിയോ ഒക്കെ നമ്മൾ ഫൈൻ ട്യൂണിങ് എന്ന ആർഗ്യുമെൻ്റ് എന്നാണ് ഈ ആർഗ്യുമെൻ്റ് പേര്. അപ്പം നമ്മൾ ഒരു റേഡിയോ ഒക്കെ നമ്മൾ ചുമ്മാ ടേൺ ചെയ്താൽ ആ കറക്റ്റ് ചാനലിലേക്ക് വരില്ല. അപ്പം കറക്റ്റ് നമ്മൾ പ്ലാൻ ചെയ്ത് നമുക്ക് വേണ്ട ചാനലാക്കിയാൽ മാത്രമാണ് കിട്ടുള്ളൂ. അതേപോലെ ആരോ ട്യൂൺ ചെയ്ത് കറക്റ്റ് ആ വാല്യൂ ആക്കിയതുപോലെയാണ് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതേപോലെ റെഗുലാരിറ്റി, ഈ പ്രപഞ്ചം വളരെ റെഗുലറായിട്ട് ഫോം ചെയ്യുന്നു. അതായത് ഇന്ന് സംഭവിക്കുന്നത് തന്നെ നാളെ സംഭവിക്കുന്നു. ഇന്ന് ഒരു പെന് താഴെട്ടാൽ താഴെ വെക്കുന്നു, നാളെയും പെന് താഴെ വെക്കുന്നു. അങ്ങനെ വളരെ ഓർഡർലി കാര്യങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളത് നോമോളജിക്കൽ ആർഗ്യുമെൻറ്റ്. അതേപോലെ സൈക്കോ ഫിസിക്കൽ ഹാർമണി. സൈക്കോ ഫിസിക്കൽ ഹാർമണി എന്ന് പറയുന്നത് നമ്മുടെ മെൻ്റൽ സ്റ്റേറ്റും നമ്മുടെ ബ്രെയിൻ സ്റ്റേറ്റും, നമ്മുടെ ബ്രെയിൻ്റെ സ്റ്റേറ്റും മെൻ്റൽ സ്റ്റേറ്റും തമ്മിൽ ഒരു ലിങ്ക് ഉണ്ട് എന്നുള്ളതാണ്, അല്ലെങ്കിൽ അവ തമ്മിൽ മാച്ച് ആവുന്നു എന്നുള്ളതാണ്. അത് ഞാനൊരു കാര്യം ആലോചിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള പ്രതികരണങ്ങൾ എൻ്റെ ബ്രെയിനിൽ വരുന്നുണ്ട്. അപ്പോൾ അത് തമ്മിലുള്ള ഒരു ഹാർമണിയസ് ആയിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ളതാണ് സൈക്കോ ഫിസിക്കൽ ഹാർമണി ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത്. അതേപോലെ കോമൺ ആയിട്ടുള്ള ഒരു ആർഗ്യുമെൻ്റാണ് കോംപ്ലക്സ് ലൈഫ്. നമ്മുടെ ശരീരത്തിലേക്കും അല്ലെങ്കിൽ മൃഗങ്ങളിലേക്കും മറ്റു ജീവജാലങ്ങളിലേക്കും ഈവൻ മരത്തിലേക്കും സസ്യങ്ങളിലേക്കും ഒക്കെ നോക്കുന്ന സമയത്ത് അത് വളരെ വ്യക്തമായ അല്ലെങ്കിൽ വളരെ കൃത്യമായ രീതിയിൽ ഫങ്ഷനലായിട്ട്, ഇപ്പോൾ ഒരു വാച്ച് മേക്കിംഗ് അനാലജി ഒക്കെ വരുന്നത് അവിടെയാണ്. ഒരു വാച്ചൊക്കെ ഫങ്ഷൻ ചെയ്യുന്നത് പോലെ വളരെ വ്യത്യസ്തമായിട്ടുള്ള പാർട്സ് കറക്റ്റ് ഒരു അറേഞ്ച്മെന്റിൽ നിന്നുകൊണ്ട് ഒരു ഫങ്ഷനബിൾ ആയിട്ട് അത് വർക്ക് ചെയ്യുന്നു. ഒരു പ്രത്യേക ഫംഗ്ഷന് വേണ്ടി ഉപയോഗിക്കാവുന്ന രീതിയിൽ വ്യത്യസ്തമായിട്ടുള്ള പാർട്ടുകൾ ഒരു കൊഹറൻസോട് കൂടി വർക്ക് ചെയ്യുന്നു. പിന്നെ വരുന്നത് അബയോജെനിസിസ് ആണ്, അഥവാ ജീവനില്ലാത്ത വസ്തുക്കളിൽ നിന്ന് ജീവൻ വരുന്നു എന്നുള്ളത്. എഗെയിൻ കോംപ്ലക്സ് ലൈഫിനെ കുറിച്ച് പറയുന്നത് പോലെ ഇവിടെ ലൈഫ് എന്ന് പറയുന്ന സംഭവം, അത് ലൈഫില്ലാത്ത ഈ പറയുന്ന കെമിസ്ട്രിയിലുള്ള ആറ്റംസും മറ്റു കാര്യങ്ങളൊക്കെ ഒരു പർട്ടിക്കുലർ അറേഞ്ച്മെൻറ്റിൽ വരുന്ന സമയത്താണ് ലൈഫ് ഉണ്ടാവുന്നത് എന്നുള്ളത്. അതേപോലെ മോറൽ ഏജൻസ് ഉണ്ട് എന്നുള്ളത്. അതായത് മോറൽ ഏജൻസ്, അതേപോലെ മോറൽ നോളജ്, അതായത് നമുക്ക് യഥാർത്ഥ ധാർമ്മിക മൂല്യങ്ങൾ, ഇപ്പം എവല്യൂഷനിലൂടെയാണ് നമ്മുടെ ധാർമ്മിക മൂല്യങ്ങൾ വരുന്നത് എങ്കിൽ അവ യഥാർത്ഥ മൊറാലിറ്റിയെ അല്ലെങ്കിൽ യഥാർത്ഥ മോറൽ ഫാക്ട്സിനെ റെപ്രസെൻറ്റ് ചെയ്യണമെന്നില്ല. എന്നാൽ യഥാർത്ഥ മോറൽ ഫാക്ട്സിനെ ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്നു. ആ ഒരു മാച്ച് അവിടെ സംഭവിക്കുന്നു എന്നുള്ളത്. അതേപോലെ നോമോളജിക്കൽ ഹാർമണി എന്ന് പറയും. ഇപ്പം നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ നിയമങ്ങൾ, പ്രപഞ്ചത്തിൻ്റെ തുടക്കത്തിലുള്ള വസ്തുക്കളും ആ വസ്തുക്കൾക്കും, ഇപ്പം
എന്താണ് ഇപ്പോൾ സപ്പോസ് പ്രപഞ്ചത്തിൻ്റെ തുടക്കത്തിലൊരു നിയമമുണ്ട്, ഇലക്ട്രോൺസ് ഇങ്ങനെ സഞ്ചരിക്കുന്ന ഒരു നിയമമുണ്ട്. പക്ഷെ ആ പ്രപഞ്ചത്തിൽ ഇലക്ട്രോൺസ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യില്ല, അവിടെ ഒന്നും സംഭവിക്കില്ല, ആ പ്രപഞ്ചം നിശ്ചലമാവും. എന്നാൽ അതേ സമയത്ത് അവിടെ ഇലക്ട്രോൺസ് ഉണ്ട്, പക്ഷേ ഇലക്ട്രോൺസിന് ആവശ്യമായ ഇലക്ട്രോൺസ് പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള നിയമങ്ങൾ അവിടെ ഇല്ല എങ്കിൽ അപ്പോഴും ആ ഇലക്ട്രോൺസ് നിശ്ചലമായിട്ട് നിൽക്കും. അപ്പം നിയമവും അതേപോലെ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വസ്തുക്കളും എക്സിസ്റ്റ് ചെയ്താൽ അതേപോലെ മാത്രമാണ് ഈ ഒരു നിയമങ്ങൾ ഇപ്പം അവിടെ പല നമ്മൾ ഏതൊരു സ്പേസിൽ നിന്നും ഏതൊരു ലൊക്കേഷനിൽ നിന്ന് എടുക്കുന്ന ഇലക്ട്രോണും ഒരേ നിയമങ്ങൾ അനുസരിക്കുന്നു എന്നുള്ള ആ ഒരു ഫാക്ട് ഈ ഒരു ഇതിൽ അത് വരുന്നതാണ്. നമ്മൾ പോയിന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ. റെഗുലാരിറ്റി ആ, ആ. നോമോളജിക്കൽ ആർഗ്യുമെന്റ്. ഇത് നോമോളജിക്കൽ ഹാർമണിയാണ്, സ്ലൈറ്റ്ലി ഓക്കെ. സെയിം നെയിം ആണ്, ഉം, ഉം. പക്ഷെ സ്ലൈറ്റ്ലി അപ്പൊ ഡിഫറെന്റ് ആയിട്ടുള്ള ഇതിൽ വരുന്നത് അതായത് പ്രപഞ്ചത്തിന്റെ തുടക്കവും നിയമവും അതായത് ആ ഒരു ഇവിടെയുള്ള മാറ്ററിന് അതിന് പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ളൊരു നിയമം ഉണ്ട്. ഉണ്ട് എന്നുള്ളത്. ആ നിയമവും ആ ഓരോ പാർട്ടിക്കിളിനും അല്ലെങ്കിൽ ഓരോ ടൈപ്പ് ഓഫ് പാർട്ടിക്കിളിനും അതിൻ്റെ ആ ഒരു എക്സിസ്റ്റൻസും ആ നിയമവും മാച്ച് ആവുന്നു എന്നുള്ള രീതിയിൽ. അപ്പം ഇതാണ് ബേസിക്കലി ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ടെലിയോളജിക്കൽ ആർഗ്യുമെന്റ്സ്. ഈ ആർഗ്യുമെന്റ്സ് ഒക്കെ ഉള്ളൊരു പൊതു സ്വഭാവം എന്ന് പറയുന്നത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് കോംപ്ലക്സിറ്റി. ഇപ്പം കോംപ്ലക്സിറ്റി എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് ഡിഫൈൻ ചെയ്യുന്നത്, സപ്പോസ് ഇപ്പം ഡിഫറെൻറ്റ് പാർട്സുകളുള്ള ഒരു സംഭവമാണെങ്കിൽ അത് പല രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം. ഓക്കെ, പെർമിറ്റേഷൻ കോമ്പിനേഷൻസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് പല രീതിയിൽ ആ പാർട്സ് നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. അതിലൊരു പർട്ടിക്കുലർ പാർട്ട് എന്ന് പറയുന്നത്, പർട്ടിക്കുലർ അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നതിൻ്റെ സാധ്യത വളരെ കുറവായിരിക്കും. ഓക്കെ, പല രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം, അതിൻ്റെ ഒരു പർട്ടിക്കുലർ അറേഞ്ച്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സാധ്യത വളരെ കുറവായിരിക്കും. അതാണ് കോംപ്ലക്സിറ്റി. ഇപ്പം യഥാർത്ഥത്തിൽ ഈ ഒരു വാക്ക് നമ്മൾ ഈ ആർഗ്യുമെന്റ് പറയുമ്പോൾ വളരെയധികം തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു സംഗതിയാണ്. പലപ്പോഴും ഇതിനെ കൗണ്ടർ ചെയ്യാൻ ശ്രമിക്കുന്നവർക്ക് ആ ഒരു വേർഡ് മാത്രമേ കേട്ടിട്ടുണ്ടാവുള്ളൂ. കോംപ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും അവർ വിചാരിക്കുന്നത് ഓക്കെ മനസ്സിലാവാത്ത എന്തോ കാര്യമാണ്, ഇപ്പോൾ എന്താ പരീക്ഷ നല്ല കോംപ്ലക്സ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ മനസ്സിലായില്ല എന്നൊക്കെ വിചാരിച്ചിട്ടാണ് അവർ പലപ്പോഴും. അത് ആ കോംപ്ലക്സ് എന്നുള്ള വാക്കിന് വളരെ കൃത്യമായിട്ടുള്ള ഡെഫിനേഷൻ ഉണ്ട്. ആ ഡെഫിനിഷന്റെ ബേസിലാണ് നമ്മൾ അവിടെ ആ ഒരു ആർഗ്യുമെന്റ് മേക്ക് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഒരു അർത്ഥം കറക്റ്റ് മനസ്സിലാവുക എന്നുള്ളത് ഇവിടെ വളരെ ഇമ്പോർട്ടന്റ് മിസ്റ്ററി ആണ് എന്നുള്ള രീതിയിലാണ്. മിസ്റ്ററിയാണ്, അതുകൊണ്ടാണ്. അപ്പം ദൈവം മിസ്റ്ററി ആണല്ലോ, അല്ലെങ്കിൽ ദൈവത്തെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാം കോംപ്രിഹെൻഡ് ചെയ്യാൻ കഴിയില്ലല്ലോ. അപ്പൊ ഈ ഒരു മിസ്റ്ററിയാണ് എന്നൊക്കെ തെറ്റിദ്ധരിച്ചിട്ട്, അതായത് ഈ കോംപ്ലക്സിന്റെ അർത്ഥം മിസ്റ്ററി എന്നൊക്കെയാണ്, അങ്ങനെയൊക്കെ തെറ്റിദ്ധരിച്ച് പല ചോദ്യം തിരിച്ചു വയ്ക്കും. പക്ഷെ ആദ്യം ഈ ആർഗ്യുമെന്റ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനുള്ളൊരു കൗണ്ടറാണ് കൊണ്ടുവരേണ്ടത്. അതെ, ഓക്കെ. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു നമ്പർ ലോക്ക് ഒരു ഡിജിറ്റുള്ള നമ്പർ ലോക്ക് ആണെങ്കിൽ അതിൽ 1 വരാനുള്ള സാധ്യത അല്ലെങ്കിൽ 0 വരാനുള്ള സാധ്യത 1/10 ആയിരിക്കും. എന്നാൽ 2 ഡിജിറ്റുള്ള നമ്പർ ലോക്ക് ആണെങ്കിൽ അതിൽ 1 അല്ലെങ്കിൽ 0, 1 ഒക്കെ വരാനുള്ള സാധ്യത, അല്ലെങ്കിൽ 11, 12, 13 വരാനുള്ള സാധ്യത 1/100 ആയിരിക്കും. 3 ഡിജിറ്റ് ആണെങ്കിൽ 1/1000 ആയിരിക്കും. അങ്ങനെ പാർട്സിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് കൂടും. അത് പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻസ് അറിയുന്നവർക്ക് അറിയാം, മാത്തമാറ്റിക്സിൽ പാർട്സിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻസ് കൂടും. അതിനനുസരിച്ച് എന്ത് ചെയ്യും, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ അറേഞ്ച്മെൻറ്റിൻ്റെ സാധ്യത കുറയും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ദ മോർ പാർട്സ് ഉള്ളതിനനുസരിച്ച് മോർ കോംപ്ലക്സ് ആയിരിക്കും. കാരണം മോർ പാർട്സ് ഉള്ളതിന് മോർ അറേഞ്ച്മെൻറ്റ് ഉണ്ടാവും. മോർ അറേഞ്ച്മെൻറ്റ് ഉണ്ടാകുമ്പോൾ ഏതെങ്കിലും ഒരു അറേഞ്ച്മെൻറ്റ് സംഭവിക്കാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. ഫൈൻ ട്യൂണിങ്ങിൻ്റെ വിഷയത്തിൽ വരികയാണെങ്കിലും ഒരുപാട് വാല്യൂസ് അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു, പക്ഷേ അതിനൊരു പർട്ടിക്കുലർ വാല്യൂ മാത്രമാണ്, പർട്ടിക്കുലർ വാല്യൂ ഉണ്ടാവാനുള്ള സാധ്യത എന്ന് പറയുന്നത് വളരെ കുറവാണ്. അതുകൊണ്ടാണ് ഈ ഒരു സംഭവത്ത്, ഈ ഒരു ഡെഫിനിഷൻ പ്രകാരം നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിനെയും കോംപ്ലക്സ് എന്ന് വിളിക്കുന്നത്. അതായത് ഒരുപാട് പോസിബിൾ വാല്യൂസ് അല്ലെങ്കിൽ പോസിബിൾ ഓപ്ഷൻസ് ഉണ്ടായിരിക്കെ അതിൽ ഉണ്ടാകുമ്പോൾ അതിന് കോംപ്ലക്സിറ്റി കൂടും. അങ്ങനെ കോംപ്ലക്സിറ്റി കൂടുമ്പോൾ അതിൽ ഏതെങ്കിലും ഒരു വാല്യൂ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും എന്നുള്ളതാണ്. ഇത് വരുമ്പോൾ വളരെ കോമൺ ആയിട്ട് കേൾക്കുന്ന മറ്റൊരു ഒബ്ജക്ഷനാണ്, നമുക്ക് ചുറ്റും ഇംപ്രോബിൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലോ. ഇത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചുറ്റും നടക്കുന്ന പല കാര്യങ്ങളുടെയും പ്രോബിലിറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് വളരെ കുറവായിരിക്കും. കാരണം വേറെ ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അപ്പോൾ പിന്നെ ഈ ഒരു ഇപ്പം എന്താണ്, എനിക്ക് രവിചന്ദ്രനൊക്കെ ഒരു ഉദാഹരണം പറഞ്ഞാൽ എനിക്ക് ഓർമ്മയുണ്ട്. അതായത് കുട്ടികൾ ജനിക്കുന്നത് മില്യൺ കണക്കിന് അല്ലെങ്കിൽ ബില്യൺ കണക്കിന് സ്പേംസിൽ നിന്ന് ഒരു പർട്ടിക്കുലർ കുട്ടിയാണ് ജനിക്കുന്നത്. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ സ്പേം സക്സസ് ആവാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ വളരെ ഇംപ്രോബിൾ ആണ്. ഇത്രയും ഓപ്ഷൻസ് ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കോംപ്ലക്സ് ആയ എല്ലാ കാര്യങ്ങൾക്കും ഒരു ഡിസൈനർ വേണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഈ കാര്യങ്ങൾക്കൊക്കെ ഡിസൈനർ വേണ്ടി വരില്ല. കാരണം ഇംപ്രോബിൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചുറ്റും ഡിസൈനേഴ്സ് ഒന്നും ഇല്ലാതെ തന്നെ
നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു ഒബ്ജക്ഷനായിട്ട് ഇവർ പറയാറുള്ളത്. ഇത് ഈ ആർഗ്യുമെന്റ് ഇങ്ങോട്ട് പറഞ്ഞതുപോലെ ആർഗ്യുമെന്റ് മനസ്സിലാവാത്തതിന്റെ ഒരു ഉം. പ്രശ്നമാണ്. കോംപ്ലക്സിറ്റി നിന്നല്ല നമ്മൾ ഡിസൈനറിനെ ഇൻഫർ ചെയ്യുന്നത്, സ്പെസിഫിക് കോംപ്ലക്സിറ്റിയിൽ നിന്നാണ്. എന്താണ് സ്പെസിഫിക് കോംപ്ലക്സിറ്റി എന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്ന ഈ ഔട്ട്കമിന് എന്തെങ്കിലും ഒരു സിഗ്നിഫിക്കൻസ്, എന്തെങ്കിലും ഒരു പ്രത്യേകത, ഒരു സവിശേഷത ഉണ്ടാകുമ്പോഴാണ്. അതായത് നമ്മൾ ഈ പല ഔട്ട്കം ഒരുപോലെ പ്രോബബിൾ ആയിരിക്കെ അതിലൊരു പ്രത്യേക ഔട്ട്കം നമ്മുടെ ഡിസൈഡ് ഔട്ട്കം ആയിരിക്കുകയും എന്നിട്ട് ആ ഡിസൈഡ് ഔട്ട്കം തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യുമ്പോഴുള്ള ആ ഒരു ആംഗിളിലാണോ ഈ പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതെ അതെ, മാച്ച് ആവുക എന്നുള്ളത്. ഇപ്പോൾ ഒരു കോയിൻ്റെ വിഷയം എടുക്കാം. ഇപ്പം ഒരു കോയിൻ നമ്മൾ ടോസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഒരു പർട്ടിക്കുലർ ഒരു കോയിൻ നമ്മളൊരു 100 പ്രാവശ്യം ടോസ് ചെയ്തു. അപ്പോൾ അതിൽ നമുക്ക് എന്താണ് വളരെ ഇറഗുലർ ആയിട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് കിട്ടി. അതിന് ഇറഗുലർ ആയിട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് കിട്ടാനുള്ള സാധ്യത എന്ന് പറയുന്നതും ആ കോയിൻ എല്ലാം ഹെഡ് മാത്രം വിൽക്കാനുള്ള സാധ്യത എന്ന് പറയുന്നതും ഒരേ സാധ്യതയാണ്. രണ്ടിൻ്റെയും പ്രോബിലിറ്റി സെയിം ആണ്. പക്ഷെ ഒന്ന് സ്പെസിഫിക് കോംപ്ലക്സിറ്റി ആണ്, മറ്റേത് സ്പെസിഫിക് കോംപ്ലക്സിറ്റി അല്ല. മറ്റൊരു രീതി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു ലോട്ടറിയുടെ ഉദാഹരണം എടുക്കാം. ഇപ്പോൾ 10 ലോട്ടറി ഒരു വ്യക്തി നടത്തുന്ന 10 ലോട്ടറി ഉണ്ട്. അല്ലെങ്കിൽ അയാൾ ഓരോ ദിവസം അടുത്തടുത്ത ദിവസങ്ങളായിട്ട് 10 ലോട്ടറി നടത്തുന്നു. എന്നിട്ട് ഒരു ദിവസം നടത്തിയ ലോട്ടറിയിൽ ആ വ്യക്തിയുടെ ഒരു മരുമകനോ ആർക്കോ ഒന്ന് ലോട്ടറി അടിക്കുന്നു. അപ്പം നമുക്ക് പറയാം ഇതൊരു സാധ്യതയാണ്. അയാൾ ലോട്ടറി എടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ലക്ഷക്കണക്കിന് ആൾക്കാർ ലോട്ടറി എടുത്തിട്ടുണ്ട്, ഇയാൾക്കും ലോട്ടറി അടിക്കാൻ സാധ്യതയുണ്ട്. വേറെ ആരെയും പോലെ ഇയാൾക്ക് ലോട്ടറി അടിക്കാൻ സാധ്യതയുണ്ട്. ഇനി രണ്ടാമത്തെ ദിവസവും ഇയാൾക്ക് തന്നെ അടിക്കുന്നു, മൂന്നാമത്തെ ദിവസവും ഇയാൾക്ക് തന്നെ അടിക്കുന്നു, നാലാമത്തെ ദിവസവും ഇയാൾക്ക് തന്നെ അടിക്കുന്നു. ഇതിനുള്ള സാധ്യത വളരെ കുറവാണ്. എന്നാലും ഒരാൾക്ക് ആർഗ്യൂ ചെയ്യാം അത് സാധ്യതയാണ്. കാരണം അത് യാദൃശ്ചികമായിട്ട് തന്നെ വളരെ കുറഞ്ഞ സാധ്യതയാണെങ്കിലും ആ സാധ്യത സംഭവിച്ചതാവാം, ശരിക്കും തന്നെ സംഭവിച്ചതാവാം. പക്ഷെ അവിടെ ഒരു വിഷയം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു ഡിസൈഡ് ഔട്ട്കം ആണ് എന്നുള്ളതാണ്. അത് നമ്മൾ അവിടെ ആദ്യത്തിൽ തന്നെ ഉണ്ട്. കാരണം ഒരു റാൻഡം ആയിട്ടുള്ള ആൾക്കാരെ അടിക്കുന്നത് എന്നുള്ളത് തന്നെ ഒരു ഇഷ്യൂ ആണ്. അതെ, അതായത് അതിലുള്ള സാധ്യത വളരെ കുറവാണ് എന്ന് മാത്രമല്ല, ആ ഒരു കുറവായ സാധ്യത ഇവിടെ ഒരു ഡിസൈഡ് ഔട്ട്കമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ആ ഒരു ലോട്ടറി നടത്തിപ്പുകാരനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ മരുമോന് ലോട്ടറി അടിക്കുക എന്നുള്ള അയാളുടെ ഒരു ആവശ്യം കൂടിയാണ്. എന്നിട്ടും അത് ഇത്രയും കുറഞ്ഞ സാധ്യതയിൽ നിന്ന് അയാളുടെ ആവശ്യവുമായിട്ട് ഇത് മാച്ച് ചെയ്ത് വരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ബുദ്ധിയുള്ള മനുഷ്യൻ അതിലെന്തോ ഒരു കള്ളക്കളി ഉണ്ട് എന്ന് നമ്മൾ ആലോചിക്കും. അതെന്തോ ഒരു ഫിക്സിങ് അവിടെ നടന്നിട്ടുണ്ട്. അത് യാദൃശ്ചികത അല്ല, അവിടെ ഒരു ഫിക്സിങ് നടന്നിട്ടുണ്ട്. അതെ, പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഇവിടെ ഒരാൾക്ക് ലോട്ടറി അടിച്ചു, ഒരു റാൻഡമായിട്ട് ഒരാൾക്ക് ലോട്ടറി അടിച്ചു, എന്നിട്ട് അടുത്ത പ്രാവശ്യം റാൻഡമായിട്ട് വേറൊരാൾക്ക് ലോട്ടറി അടിച്ചു. ഓക്കെ, അതിന്റെ അടുത്ത പ്രാവശ്യം റാൻഡമായിട്ട് ഇത് ഈ രണ്ടുപേരല്ലാത്ത മൂന്നാമത് വേറൊരാൾക്ക് ലോട്ടറി അടിച്ചു, സാധാരണ അടിക്കുന്നത് പോലെ അടിച്ചു. അങ്ങനെ അടിച്ചാൽ അടിക്കാനുള്ള പ്രോബിലിറ്റിയും ഇതിന്റെയും പ്രോബിലിറ്റി സെയിം ആണ്. അതെ, അതായത് ഒരാൾക്ക് ഇപ്പോൾ 1,00,000 ആളുകളാണുള്ളത് എങ്കിൽ അയാൾക്ക് അടിക്കാനുള്ള സാധ്യത 1/1 lakh ഇൻറ്റു രണ്ടാമത് അടിക്കാനുള്ള സാധ്യത 1/1 lakh ഇൻറ്റു 1/1 lakh. അതെ, ആ ഒരു അറേഞ്ച്മെന്റ് വരാനുള്ള സാധ്യത അങ്ങനെയാണ് വരുന്നത്. എന്നാൽ അതേ സമയത്ത് ഒരാൾക്ക് ഏതോ റാൻഡം ആയിട്ടുള്ള ഒരാൾക്ക് അടിച്ചു, മരുമനല്ല, ഏതോ റാൻഡം ആയിട്ടുള്ള ഒരാൾക്ക് അടിച്ചു, പിന്നെ ഏതോ റാൻഡം ആയിട്ടുള്ള വേറൊരാൾക്ക് അടിച്ചു, അവിടെയും സാധ്യത 1/1 lakh 1/1 lakh ഇൻറ്റു 1/1 lakh ആണ്. പക്ഷെ അവിടെ ഔട്ട്കം എന്തല്ല, സിഗ്നിഫിക്കന്റ് അല്ല എന്നുള്ളതാണ്. ഒരു ഡിസൈഡ് ഔട്ട്കം അല്ല എന്നുള്ളതാണ്. ഇവിടെയാണ് നമ്മൾ അൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്. അപ്പം നമ്മൾ ഒരു കാര്യത്തിൽ ഇംപ്രോബിൾ ആണ്, അതായത് ഈ ഒരു സംഭവം നടക്കാൻ ഇംപ്രോബിൾ ആണ്, അതുകൊണ്ട് ഇതിന് ഡിസൈനർ ഉണ്ട് എന്നല്ല നമ്മൾ പറയുന്നത്. നമ്മൾ പറയുന്നത് ഇതിനൊരു ഈ ഒരു സംഭവത്തെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒരു അൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഈ അൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിന്റെ പ്രയർ എന്ന് പറയുന്നത് നിലവിലുള്ള ഹൈപ്പോത്തിസിന്റെ പ്രയറിനെ പോലെ തന്നെ, അല്ലെങ്കിൽ അതിന് സിമിലർ ആയിട്ടുള്ളൊരു, അല്ലെങ്കിൽ ഡ്രാസ്റ്റിക്കലി കുറവായിട്ടുള്ളൊരു പ്രയർ ഉള്ള ഹൈപ്പോത്തിസിസ് അല്ല. ഈ ഹൈപ്പോത്തിസിന് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഡാറ്റ സിമിലർ ആയിട്ട് തന്നെ അല്ലെങ്കിൽ ബെറ്റർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പം ഒരാൾക്ക് അടുപ്പിച്ച് റോയൽ ഫ്ലഷ് കിട്ടുന്നു. ഇവിടെ 2 ഹൈപ്പോത്തിസിസ് നമ്മൾ എടുത്തുള്ളത്. ഒന്നെങ്കിൽ ആൾ ചീറ്റ് ചെയ്തു, അതല്ലെങ്കിൽ ആൾക്ക് റാൻഡമായിട്ട് ലഭിച്ചതാണ്. ഈ 2 ഹൈപ്പോത്തിസിസ് ആണ് നമ്മൾ എടുത്തുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ ചീറ്റ് ചെയ്തു എന്നുള്ള ഹൈപ്പോത്തിസിസ് ഈ ഔട്ട്കമിനെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. കാരണം ചീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് സംഭവിക്കാനുള്ള സാധ്യത ഹൈ ആണ്. നമ്മൾ ലോട്ടറി എക്സാമ്പിൾ പറഞ്ഞതുപോലെ തന്നെ 10 പ്രാവശ്യം ലോട്ടറി എടുത്തപ്പോഴും അത് ഈ ലോട്ടറി നടത്തിപ്പുകാരൻ്റെ മരുമകന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ചീറ്റ് ചെയ്തു എന്നുള്ള ഹൈപ്പോത്തിസിനുള്ള സാധ്യത വളരെ കൂടുതലാണ്, വളരെ പ്രോബിൾ ആണ്. എന്നാൽ അതേ സമയത്ത് ഞാൻ ഈ പറഞ്ഞ ഉദാഹരണത്തിൽ ഒരു റാൻഡമായിട്ടുള്ള ഒരാൾക്ക് അടിക്കുന്നു, പിന്നെ റാൻഡമായിട്ട് വേറൊരാൾക്ക് അടിക്കുന്നു, പിന്നെ റാൻഡമായിട്ട് മൂന്നാമത് വേറൊരാൾക്ക് അടിക്കുന്നു.
ഉം. ഇങ്ങനെ 3 വ്യത്യസ്തമായിട്ടുള്ള ആളുകൾക്ക് അടിക്കുന്ന ഈ സംഭവത്തിന് ഒരു അൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് ഇതേപോലെ ബിൽഡ് ചെയ്യാൻ കഴിയില്ല. ഉം. കാരണം നമ്മൾ പറയാണ് ബേസിക്കലി ഇവിടെ ഇയാൾ റിഗ് ചെയ്തതാണ്, ഇയാൾ ഫിക്സ് ചെയ്തതാണ് എന്ന് നമ്മൾ പറയുമ്പോൾ അയാളുടെ മരുമോനെ ഫിക്സ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഉം. അങ്ങനെ മരുമോനെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് 3 പ്രാവശ്യം മരുമോനെ അടിക്കും. പക്ഷെ അതേ സമയത്ത് ഇത് 3 വ്യത്യസ്ത ആളുകൾക്കാണ് അടിച്ചതെങ്കിൽ ഓക്കെ ഇയാൾ ഫിക്സ് ചെയ്ത ആളെയാണ്. ഓക്കെ, ആർക്ക് വേണ്ടി ഫിക്സ് ചെയ്തു? ഉം. ഫിക്സ് ചെയ്തു എന്ന് പറയുമ്പോൾ ഇവിടെ മരുമോനല്ലല്ലോ, അൺറിലേറ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. അൺറിലേറ്റഡ് ആയ ഒരു പേഴ്സൺ ആണെങ്കിൽ അൺറിലേറ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സണ് എന്ന് പറയുമ്പോൾ അതിൽ 1,00,000 അൺറിലേറ്റഡ് പേഴ്സൺസ് ഉണ്ട്. അതിന് ആ പർട്ടിക്കുലർ അൺറിലേറ്റഡ് പേഴ്സണിന് വേണ്ടി ഫിക്സ് ചെയ്തു എന്ന് പറയേണ്ടി വരും. പക്ഷെ ആ പർട്ടിക്കുലർ അൺറിലേറ്റഡ് പേഴ്സണ് വേണ്ടി ഫിക്സ് ചെയ്യാനുള്ള സാധ്യതയും വേറൊരു പർട്ടിക്കുലർ അൺറിലേറ്റഡ് പേഴ്സണ് വേണ്ടി ഫിക്സ് ചെയ്യാനുള്ള സാധ്യത ഒരേപോലെയാണ്. ഉം. അങ്ങനെ വരുമ്പോൾ ഇങ്ങനെ വരിക, അയാൾ ഒരു പർട്ടിക്കുലർ അൺറിലേറ്റഡ് പേഴ്സണ് വേണ്ടി ഫിക്സ് ചെയ്യാനുള്ള സാധ്യത എന്ന് പറയുന്നത് അതിൻ്റെ പ്രയർ പ്രോബിലിറ്റി എന്ന് പറയുന്നത്. പ്രയർ പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ എവിഡൻസ് ഒക്കെ നോക്കുന്നതിന് മുമ്പ് ഉം. അതിൻ്റെ പ്രയർ പ്രോബിലിറ്റി എന്ന് പറയുന്നത് 1/1 lakh ആണ്. ഇനി റാൻഡം ആയിട്ടുള്ള വേറൊരാൾ ലെറ്റ്സ് സേ ഇതിപ്പം ഒരാൾക്ക് തന്നെ 3 പ്രാവശ്യം അടിച്ചു എന്ന് വിചാരിക്കാം. ഒരാൾക്ക് 3 പ്രാവശ്യം അടിക്കുമ്പം തന്നെ ഇപ്പം ഈവൻ തോ നമുക്ക് ഈ ഒരാൾക്ക് തന്നെ 3 പ്രാവശ്യമാണ് അടിക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ ആദ്യത്തെ ആൾക്ക് ലോട്ടറി അടിക്കാനുള്ള ആൾക്ക് വേണ്ടി ഫിക്സ് ചെയ്യാനുള്ള സാധ്യത എന്ന് പറയുന്നത് എന്താ? 1/1 lakh ആണ്. ഉം. അത് വെച്ചിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 3 പ്രാവശ്യം ആൾക്ക് അടിച്ചത് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയും. അപ്പോൾ അത് എവിഡൻസ് ആയി. ഉം. ഉം. പക്ഷെ അതേ സമയത്ത് 3 വ്യത്യസ്ത ആളുകൾക്കാണ് അടിച്ചതെങ്കിൽ ഈ 3 വ്യത്യസ്ത ആളുകൾക്ക് വേണ്ടി 3 പ്രാവശ്യം ഫിക്സ് ചെയ്യാനുള്ള സാധ്യത എന്ന് പറയുന്നത് 1/1 lakh ഇൻറ്റു 1/1 lakh ഇൻറ്റു 1/1 lakh ആയിരിക്കും. അതായത് അതിൻ്റെ പ്രയർ കുറയും. അപ്പം നമുക്ക് ഇങ്ങനെ പറയാം, ഈ 3 ആളുകൾക്ക് 3 സാഹചര്യത്തിൽ ഫിക്സ് ചെയ്യാൻ വേണ്ടി ഇയാൾ പ്ലാൻ ചെയ്തതാണ് എന്ന് ഒരു ഹൈപ്പോത്തിസിസ് വെക്കാം. അങ്ങനെയാണെങ്കിൽ അത് ഡാറ്റയെ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആ ഹൈപ്പോത്തിസിന് ഒരു എവിഡൻഷ്യൽ ബൂസ്റ്റ് കിട്ടും. പക്ഷേ ആ ഹൈപ്പോത്തിസിന് ഓൾറെഡി എന്താണ്? പ്രയർ കുറവാണ്. ഉം. അപ്പോൾ അതെന്ത് ചെയ്യും? ക്യാൻസൽ ആയി പോകും. കിട്ടും. കാരണം നമ്മൾ ഈ ഒരു ഹൈപ്പോത്തിസ് എടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡാറ്റ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഉം. കാരണം ഈ 3 പേർക്ക് വേണ്ടി 3 സാഹചര്യത്തിൽ 3 ലോട്ടറികളിലായിട്ട് ഫിക്സ് ചെയ്ത് വെച്ചു എന്ന ഹൈപ്പോത്തിസ് പ്രകാരം ഇവർക്ക് 3 പേർക്കും ലോട്ടറി അടിക്കുമെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. പ്രെഡിക്റ്റീവ് പവർ ഉണ്ട്. ഉം. ഉം. പക്ഷെ ആ പ്രെഡിക്റ്റീവ് പവറിന് ഇക്വലൻ്റ് ആയിട്ട് തന്നെ അതിൻ്റെ പ്രയർ കുറയും. ഉം. ഉം. എന്നാൽ അതേ സമയത്ത് ഇത് ഫിക്സ് ചെയ്ത് വെച്ച് അൺറിലേറ്റഡ് ആയിട്ടുള്ള മരുമോനാണ് ഫിക്സ് ചെയ്തതെങ്കിൽ പ്രയർ കുറയാതെ തന്നെ നമുക്ക് ഈ പ്രെഡിക്റ്റീവ് പവർ കിട്ടും. ഉം. എന്നാൽ ഒരാൾക്ക് 10 പ്രാവശ്യം അടുപ്പിച്ച് ലോട്ടറി കിട്ടുകയാണെങ്കിൽ അവിടെ ഒരു പ്രാവശ്യം മാത്രമേ പ്രയർ കുറയുള്ളൂ, ബാക്കി പ്രെഡിക്റ്റീവ് പവർ കിട്ടും. ഉം. ഉം. മനസ്സിലല്ലേ? അപ്പം ഇവിടെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ പ്രയർ എന്താണ് എന്നുള്ളത് ഇത് പ്രയർ കുറയാത്ത രീതിയിലായിരിക്കണം നമുക്ക് എന്ത് ചെയ്യേണ്ടത്? എവിഡൻസ് ഉണ്ടാവേണ്ടത് എന്നുള്ളത്. ഇനിയാണ് നമുക്കൊരു ഉദാഹരണം വെക്കാം. സപ്പോസ് നമ്മുടെ നാട്ടിലൊരു സൂപ്പർമാൻ ഉണ്ട്. ഓക്കെ, സൂപ്പർമാൻ്റെ പ്രത്യേകത കൊമിക്സ് ഒക്കെ കണ്ട ആളുകൾക്ക് അറിയാം എന്ന് കരുതുന്നു. സൂപ്പർമാൻ എന്ത് ചെയ്യാം? വാളിൻ്റെ അപ്പുറത്തുള്ളത് കാണാൻ കഴിയും, ചുമരിൻ്റെ അപ്പുറത്തുള്ളത് കാണാൻ കഴിയുന്നതാണ്. സപ്പോസ് ഒരു 100 റൂം ഉണ്ടെന്ന് വിചാരിക്കുക. ഈ 100 റൂമിൽ ഒരു റൂമിൽ എന്താണ്? ഒരു സം കൈൻഡ് ഓഫ് ഒബ്ജക്റ്റ് ഉണ്ട്, ലൈക്ക് സ്വർണ്ണോ അങ്ങനത്തെ ഒബ്ജക്റ്റ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഇവിടെ എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഈ ഡോറ് തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇഷ്ടമുള്ള ഡോർ നിങ്ങൾക്ക് തുറക്കാം. എന്നിട്ട് അതിൽ നിന്ന് തുറന്ന ഡോറിൻ്റെ അപ്പുറത്ത് ഉള്ള ഒബ്ജക്റ്റ് നിങ്ങൾക്ക് എടുക്കാം, സ്വർണ്ണം നിങ്ങൾക്ക് എടുക്കാം. അപ്പം ബാക്കി 99 റൂമും എം ടി ആണ്. ഈ ഒരു റൂമിൽ മാത്രമാണ് സ്വർണ്ണം ഉള്ളത്. അപ്പം റാൻഡമായിട്ട് റൂം തുറക്കണം. ഇങ്ങനെയാണ് സെറ്റപ്പ്. സപ്പോസ് അവിടെ സൂപ്പർമാൻ ആണ് എന്ന് ഞാൻ സംശയിക്കുന്ന ഒരാളെ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോവാണ്. അയാൾ കറക്റ്റ് റൂം തുറന്നു. അയാൾ സൂപ്പർമാൻ ആണുള്ള സാധ്യത എത്രയാ? വളരെയധികം കൂടുതലാണ്. കാരണം അയാൾ സൂപ്പർമാൻ അല്ല എങ്കിൽ അയാൾ കറക്റ്റ് റൂം തുറക്കാനുള്ള സാധ്യത എത്രയാ? അവിടെ 100 റൂമല്ല ഉണ്ടായിരുന്നു പറഞ്ഞ്. അപ്പം 1/100. എന്നാൽ അയാൾ സൂപ്പർമാൻ ആണെങ്കിൽ അയാൾ കറക്റ്റ് ഡോർ തുറക്കാനുള്ള സാധ്യത എന്ന് പറയുന്നത് എത്രയാ? ആക്ച്വലി അവിടെ നമ്മൾ നോക്കേണ്ടത് 1 ആവണമെന്നില്ല. ലൈക്ക് ഇപ്പോൾ ഒന്നെങ്കിൽ അയാൾ എന്ത് ചെയ്യാം? ഒരു ഫെയർ ഗെയിം കളിക്കാമെന്ന് വിചാരിച്ചു. സൂപ്പർമാൻ ആണ്, എന്നാലും ഞാൻ ഇവിടെ ഒരു ഫെയർ ഗെയിം കളിക്കാന്ന് വെച്ചാൽ അതൊരു ഓപ്ഷനാണ്. മറ്റൊരു ഓപ്ഷൻ ആൾ വിചാരിക്കുകയാണ്, ഞാൻ എന്ത് ചെയ്യാം, ഡൗട്ടൊന്നും ആർക്കും വരണ്ട, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാം, ഇല്ലാത്ത റൂം എടുക്കാം, ഇല്ലാത്ത റൂം നോക്കിയെടുത്തു. അല്ലെങ്കിൽ ആൾ എന്തൊക്കെ സ്വർണ്ണല്ലേ, ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ആൾ എന്ത് ചെയ്തു? 3ാമത്തെ റൂം തുറന്നു.
ഈ 3 ഓപ്ഷൻസ് ആണുള്ളത്. ഒന്നുകിൽ ആൾ സ്വർണ്ണമുള്ള റൂം എടുക്കുക, അല്ലെങ്കിൽ സ്വർണ്ണം ഇല്ലാത്ത റൂം എടുക്കുക, അല്ലെങ്കിൽ ഒരു ഫെയർ പ്ലേ കളിക്കുക എന്നുള്ളതാണ്. ഈ 3 ഓപ്ഷൻസ് ആണുള്ളത്. അപ്പോൾ അവിടെ ആൾക്ക് പ്രോബിലിറ്റി എന്ന് പറയുന്നത് 1/3 പ്ലസ് 1/3 ഇൻറ്റു 1/100. ഒന്നുകൂടി വിശദീകരിക്കാമോ? ഇത് 3 ഓപ്ഷൻസ് ആണുള്ളത്. അതൊക്കെ ആ പാട്ടൊക്കെ. അപ്പോൾ അതിൽ സ്വർണ്ണം കിട്ടാനുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് 1/3. ഉം. പിന്നെ ഫെയർ പ്ലേന്റെ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, ഉം. പ്ലസ് 1/3. ഉം. ഫെയർ പ്ലേയിൽ കിട്ടാനുള്ളത് 1/100 ആണല്ലോ. ഉം. അപ്പോൾ 1/3 പ്ലസ് 1/3 ഇൻറ്റു 1/100. ഓക്കെ, ഫെയർ പ്ലേ ആണെങ്കിൽ 1/100 ആണ്. ആ. ഓക്കെ. അത് ഓപ്ഷന്. ആ. പിന്നെ മറ്റേ സ്വർണ്ണം കിട്ടാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ, ഉം. അത് 1/3. ഉം. ഉം. അതായത് മൂന്നിലൊരു ഓപ്ഷൻ സ്വർണ്ണം കിട്ടാനുള്ള ഒരു ഓപ്ഷൻ 1/3 ഉം. പ്ലസ് ഫെയർ ഗെയിമിന്റെ ഒരു 1/3 ഉണ്ട്. ഉം. പക്ഷെ ഫെയർ ഗെയിമിൽ സ്വർണ്ണം എന്താണെങ്കിലും 100% കിട്ടൂലല്ലോ. ഉം. അപ്പോൾ അവിടെ സ്വർണ്ണം കിട്ടാനുള്ള നമുക്ക് വേണമെങ്കിൽ അത് ഇഗ്നോർ ചെയ്യാം. 1/3 അതായത് ഇൻറ്റു ഈ 3 സാധ്യതകളും കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മളതിനെ കൽപ്പിക്കുന്ന സാധ്യത വരുന്നത് അല്ലേ? അതെ. അപ്പോൾ നമുക്ക് മിനിമം ആൾക്ക് സൂപ്പർമാൻ എന്തുണ്ടാവും? 1/3 ഉണ്ടാവും. ഉം. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം അതല്ല. ഉം. റൂമിന്റെ എണ്ണം ഞാൻ എന്ത് ചെയ്യാണ്? കുറച്ച് കൂട്ടാൻ പോവാണ്. ഉം. ഞാനതൊരു 1000 റൂമാക്കാണ്. ഉം. അങ്ങനെയാണെങ്കിൽ സൂപ്പർമാൻ അല്ലെങ്കിൽ ആൾ തുറക്കാനുള്ള സാധ്യത എത്രയാണ്? അത് വീണ്ടും കുറഞ്ഞു. അതായത് 1/1000 ആയി. 1/1000 ആയി. ഉം. സൂപ്പർമാൻ ആണെങ്കിലോ Again 1/3. 1/3. അത് മാറുന്നില്ല. അതെ. റൂമിന്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ഇവിടെ എന്ത് ചെയ്യുന്നില്ല? പ്രോബിലിറ്റിയിൽ മാറ്റം മാറുന്നത്. ഇതൊരു 1,00,000 റൂമാണെങ്കിലും മറ്റേടത്ത് എന്തായി? സൂപ്പർമാൻ അല്ലെങ്കിൽ 1/1 ആയി. സൂപ്പർമാൻ ആണെങ്കിൽ അപ്പോഴും 1/3 തന്നെയാണ്. ഈ ഒരു ഫീച്ചർ ഡിസൈൻ ആർഗ്യുമെന്റുകൾക്ക് വളരെ അനിവാര്യമാണ്. ഉം. ഉം. അതായത് എത്ര ഓപ്ഷൻസ് ഉണ്ട് എന്നുള്ളത് എന്തല്ല, അത് റെലവൻ്റ് ആവരുത്. ഉം. ഉം. ഇപ്പം ലോട്ടറിയുടെ വിഷയത്തിൽ നമ്മൾ പറയുന്നത് പോലെ, ഇപ്പോൾ അൺറിലേറ്റഡ് ആയിട്ടുള്ള ഒരാൾക്കാണ് ലോട്ടറി എടുക്കുന്നത് എങ്കിൽ, ഇപ്പം ലെറ്റ്സ് സേ 1,00,000 ലോട്ടറിയാണ് ഉള്ളത്. ഉം. അത് നോർമലി കിട്ടാനുള്ള നോർമലി സേവ് കാ 1,00,000 ലോട്ടറി ഉള്ള ഒരു ലോട്ടറി നോർമലി സേവ് കാ എടുത്തു. അത് നോർമലി സേവ് കാ കിട്ടാനുള്ള സാധ്യത എത്രയാ? 1/1 lakh. 1/1. ഇനി അത് എന്താണ് ഫിക്സിങ്ങിലൂടെ സേവ് കാ കിട്ടാനുള്ള സാധ്യത എത്രയാ? Again 1/1 lakhന്റെ ഇതല്ല പറഞ്ഞ്. ഓക്കെ, 100 പേരുള്ളതാണെങ്കിൽ 1/100. 1/100 ആണ്. ഫിക്സ് ചെയ്തിട്ടില്ലെങ്കിലും 1/100 ആണ്. ഉം. ഓക്കെ, കാരണം ആർക്ക് വേണ്ടി ഫിക്സ് ചെയ്തെന്നുള്ള പറയുന്നില്ല. ഉം. ഇനി ലെറ്റ്സ് സേ 1000 ആണെങ്കിലോ, 1000 ആളുകൾ അവിടെ ഉണ്ടെങ്കിലോ, 2 കേസിലും അത് സേവ് കാ കിട്ടാനുള്ള സാധ്യത 1/100 ആണ്. കാരണം എന്താ? സേവ് കാ ഇസ് നോട്ട് സ്പെഷ്യൽ. ഉം. ഉം. മനസ്സിലായല്ലേ? അല്ല, 1000 പേരുണ്ടെങ്കിലും 1/1000. 1/1000 രണ്ട് കേസിലും 1/1000. അതായത് ഇത് ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിലും 1/1000 ആണ്, ഫിക്സ് ചെയ്തിട്ടില്ലെങ്കിലും 1/1000 ആണ്. ഉം. ഉം. ഓക്കെ, ഇനി അതേ സമയത്ത് സേവ് കാ ഇയാളുടെ അളിയനാണ് എന്ന് വിചാരിക്കാം. ഉം. അളിയനാണ് എങ്കിൽ ഫിക്സ് ചെയ്തിട്ടില്ലെങ്കിൽ 1/1000 ആണ്. ഉം. ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ സേവ് കാനോട് ആൾക്ക് എത്ര ബന്ധമുണ്ട്? ഉം. ആള് അല്ലെങ്കിൽ എന്താണ് സ്വന്തം മരുമന് വേണ്ടിയോ അല്ലെങ്കിൽ അളിയന് വേണ്ടിയൊക്കെ റിസ്ക് എടുക്കാൻ ആൾ എത്ര തയ്യാറെടുക്കുന്നുണ്ട് എന്നതിനെ ആസ്പദിച്ചിരിക്കും. അല്ലെങ്കിൽ ഇയാളുടെ സത്യസന്ധത എത്രയുണ്ട്, അതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എത്ര ആളുകൾ ലോട്ടറി എടുത്തു എന്നതിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കില്ല. അതെ അതെ. 1,00,000 ആളുകൾ ലോട്ടറി എടുത്തിട്ടുണ്ടെങ്കിൽ റാൻഡമിലൂടെ സേവ് കാ കിട്ടാനുള്ള സാധ്യത ആ നമ്പറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എന്നാൽ സേവ് കാൻ ഇയാളെ സഹായിച്ചുകൊണ്ട് ഡിപ്പെൻഡ് ചെയ്യാനുള്ള സാധ്യത, കിട്ടാനുള്ള സാധ്യത എന്താണ്? മൂപ്പര് എത്രത്തോളം സത്യസന്ധനാണ്. നമ്മളൊരു 50-50 ചാൻസാണ് കൊടുക്കുന്നത്. അയാൾ സത്യസന്ധനാവാനും ഇങ്ങനെ ചെയ്യാതിരിക്കാനുള്ള സാധ്യത ഒരു 50-50 ആണ്. അത് ലോട്ടറിയുടെ എണ്ണം എത്ര ആണെങ്കിലും അത് 50-50 തന്നെ നിൽക്കും. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇങ്ങനത്തെ ഒരു സിസ്റ്റത്തിൽ മാത്രമാണ് ടെലിയോളജിക്കൽ ആർഗ്യുമെന്റ്സ് വർക്ക് ആവുള്ളൂ. ഇപ്പം ഫൈൻ ട്യൂണിങ്ങിൻ്റെ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ, ഇതിലെല്ലാ ആർഗ്യുമെൻസിനും നമ്മൾ ലിസ്റ്റ് ചെയ്ത എല്ലാ ആർഗ്യുമെൻസിനും ഇതേപോലെ നമുക്ക് കാണിക്കാൻ പറ്റും. ഫൈൻ ട്യൂണിങ്ങിൻ്റെ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ, ലെറ്റ്സ് എ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ് ഒരു വാല്യൂ മൊത്തം 10⁻60 വാല്യൂസ് ഉണ്ടെന്ന് വിചാരിക്കാം. അതിലൊരു വാല്യൂ എടുത്താൽ മാത്രമാണ് നമുക്ക് ലൈഫ് ഉണ്ടാവുള്ളൂ. ബാക്കി വാല്യൂസിനൊന്നും ലൈഫ് ഉണ്ടാവില്ല. അപ്പോൾ റാൻഡംനെസ്സിലൂടെ അങ്ങനെ ലൈഫ് ഉണ്ടാവാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ 1/10⁻60 ആണ്. ഇനി ഡിസൈൻ ചെയ്തുണ്ടാക്കാൻ നോക്കേണ്ടത് എത്ര ഓപ്ഷൻസ് ഉണ്ട് എന്നുള്ളതല്ല നമ്മൾ നോക്കുന്നത്. ഞാൻ പറഞ്ഞു അതുമായിട്ട് ഡിപ്പെൻഡൻ്റ് അല്ല. കാരണം എത്ര ഓപ്ഷൻസ് ഉണ്ട് നോക്കിയിട്ടല്ല ഗോഡ് ലൈഫ് ഉണ്ടാക്കേണ്ടത് എന്നുള്ള തീരുമാനം ഉണ്ടാക്കുന്നത്. ഗോഡിന് ഒന്നെങ്കിൽ ലൈഫ് വേണം, അല്ലെങ്കിൽ ഗോഡിന് ലൈഫ് വേണ്ട, അല്ലെങ്കിൽ ഗോഡ് റാൻഡമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ വിചാരിക്കാം. അത് നോക്കുമ്പോൾ 1/3 ആണ്. ഓക്കെ, റാൻഡമായിട്ടൊരു കോൺസ്റ്റന്റ് ഇരിക്കട്ടെ എന്ന് വിചാരിക്കുന്നു. അതല്ലെങ്കിൽ ഗോഡ് ലൈഫ് വേണമെന്ന് പ്ലാൻ ചെയ്യുന്നു, അല്ലെങ്കിൽ ഗോഡ് ലൈഫ് വേണ്ടെന്ന് പ്ലാൻ ചെയ്യുന്നു. അത് 1/3 ആണ് വരിക. അപ്പോൾ ഇവിടെയാണ് സ്പെസിഫിക് കോംപ്ലക്സിറ്റി വരുന്നത്. സ്പെസിഫിക് കോംപ്ലക്സിറ്റി എന്ന് പറയുമ്പോൾ നമുക്കൊരു അൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസ് ഉണ്ടാവണം. ഈ അൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിൻ്റെ പ്രയർ എന്ത് ചെയ്യാൻ പാടില്ല?
നമ്പർ ഓഫ് ഓപ്ഷൻസ് അനുസരിച്ച് കോംപ്ലക്സിറ്റി അനുസരിച്ച് എത്ര കോംപ്ലക്സിറ്റി ഉണ്ട് എന്നതിനെ ആസ്വദിച്ച് എന്ത് ചെയ്യാൻ പാടില്ല, പ്രൊപ്പോർഷനറ്റ്ലി കുറയാൻ പാടില്ല. അത് വാരി ചെയ്യാതെ അവിടെ നിൽക്കണം. ഓക്കെ, വാരി ചെയ്താൽ തന്നെ ഇപ്പോൾ നമ്മൾ സൂപ്പർമാൻ്റെ വിഷയത്തിൽ പറഞ്ഞപ്പോൾ 1/3 പ്ലസ് 1/3 ഇൻറ്റു 1 നമ്പർ ഓഫ് റൂംസ് ആണ് അവിടെ ആക്ച്വലി വാരി ചെയ്യുന്നുണ്ട്. പക്ഷേ അത് ഇൻസിഗ്നിഫിക്കൻറ്റ് പ്രൊപ്പോർഷണൽ വേരിയേഷൻ അല്ല. കാരണം 1/3 എപ്പോഴും അവിടെ ഉണ്ടാവും. 1/3ക്ക് മുകളിലുള്ള ആ ഒരു ചെറിയ എമൗണ്ടിലാണ് വേരിയേഷൻ വരുന്നത്. 1/3 അപ്പോഴും അവിടെ ഉണ്ടാവും, വേരിയേഷൻ മാറില്ല എന്നുള്ളതാണ്. അപ്പം അതാണ് ടെലിയോളജിക്കൽ ആർഗ്യുമെന്റിന്റെ ബേസ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു അൾട്ടർനേറ്റീവ് ഹൈപ്പോസിസ് ഉണ്ടാവണം. ഈ അൾട്ടർനേറ്റീവ് ഹൈപ്പോസിസ് എന്ത് ചെയ്യാൻ പാടില്ല, വേരി ചെയ്യാൻ പാടില്ല. പിന്നെ നമ്മൾ നോക്കുന്നത് പ്രയർ പ്രോബിലിറ്റി പോലെയുള്ള സംഭവങ്ങളാണ്. ഇപ്പം പൊതുവെ വരുന്നത് ഹൂ ഡിസൈൻഡ് ദ ഡിസൈനർ, ആരാണ് ഡിസൈനറിനെ ഡിസൈൻ ചെയ്തത്. ഇത് ഈ പറഞ്ഞ ഒരു സംഗതി ഈ തരത്തിലുള്ള ആർഗ്യുമെന്റുകളുടെ ഒരു കോമൺ ഫീച്ചർ ഇതിൽ വരുന്നതാണ് ഫൈൻ ട്യൂണിങ് വരുന്നത്. പിന്നെ മറ്റ് ആർഗ്യുമെന്റുകൾ എന്തൊക്കെയാണ് സമാനമായ രീതിയിൽ വരുന്നത് ഈ ഒരു ഡിസൈൻ ആർഗ്യുമെന്റിൽ വരുന്നപ്പം സൈക്കോഫിസിക്കൽ ഹാർമണിയുടെ വിഷയത്തിൽ മെന്റൽ സ്റ്റേറ്റ്സും നമ്മുടെ ഫിസിക്കൽ സ്റ്റേറ്റ്സും എന്നുള്ളത് നമ്മൾ സ്റ്റേറ്റ് ഇതുപോലെ നോമോളജിക്കൽ ഹാർമണി. അപ്പം ഇവിടെയൊക്കെ എന്താണ് ഇപ്പം നമ്മൾ ഇത് ഇപ്പോൾ ഈ ഒരു സംഗതി ഇപ്പോൾ നമ്മൾ ഈ ഒരു പ്രോബിലിറ്റി, അത് ബൈ ചാൻസ് എന്നുള്ള പ്രോബിലിറ്റിയും ബൈ ചോയ്സ് എന്നുള്ളൊരു പ്രോബിലിറ്റിയാണ് യഥാർത്ഥത്തിൽ നമ്മൾ മുന്നിലുള്ളത്. പിന്നെ പലപ്പോഴും ആളുകൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കാറുള്ളത് ഈ ബൈ ചാൻസിനെ തന്നെ പല രീതിയിൽ പല സംഗതികളും കൊണ്ടുവരും. കുറേ മൾട്ടിവേഴ്സ് കൊണ്ടുവരും, കുറേ അത് ഇവല്യൂഷൻ ഉണ്ടായതെന്ന് പറയും, പിന്നെ അങ്ങനെ കുറേ സാധനങ്ങൾ പറയും. പക്ഷെ ഇതൊന്നും അതിനെ ബൈ ചാൻസ് എന്നുള്ള അവസ്ഥയിൽ നിന്ന് മാറ്റുന്നില്ല. സ്റ്റിൽ ബൈ ചാൻസ് തന്നെയാണ് അല്ലേ, അത് അങ്ങനെ ഇവോൾവ് ചെയ്ത് വന്നു എന്ന് പറഞ്ഞാൽ സ്റ്റിൽ ബൈ ചാൻസ് ആണ് ഇവോൾവ് ചെയ്തത്. അപ്പോഴും പ്രോബിലിറ്റി സെയിം തന്നെയാണ് ആവുന്നത്, കാരണം സ്റ്റിൽ ബൈ ചാൻസ് ആണ്. പിന്നെ അതേപോലെ മൾട്ടിവേഴ്സ് എന്ന് പറഞ്ഞാൽ അഗെയിൻ സ്റ്റിൽ ബൈ ചാൻസ് ആണ്. അപ്പം അതാണ് ഇതിൽ നമ്മൾ പരിഗണിക്കേണ്ട ഒരു സംഗതി എന്ന് തോന്നുന്നു. അതെ, എങ്ങനെ വന്നാലും അത് ബൈ ചാൻസ് എന്നുള്ള രീതിയിലാണ് വരുന്നത്. ഇപ്പം മൾട്ടിവേഴ്സ് ബേസിക്കലി പറയുന്നത് മൾട്ടിപ്പിൾ അറ്റംപ്റ്റ്സ് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം മൾട്ടിവേഴ്സ് ഒബ്ജക്ഷൻ്റെ ഒക്കെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ പോക്കർ ഗെയിം റെസ്പോൺസ് എന്ന് പറഞ്ഞൊരു സംഭവം, ലൈക്ക് ഇപ്പം ഷേബ്ക്കാക്ക് അടുപ്പിച്ച് 12 റോയൽ ഫ്ലഷ് കിട്ടുകയാണ്. എനിക്കൊന്നൊക്കെ പറയാം ഇത് ചീറ്റിംഗ് ആണ്, കാരണം അടുപ്പിച്ച് ഇത്ര കിട്ടൂല. തിരിച്ചു പറയാം അതല്ലല്ലോ, കുറേ മൾട്ടിവേഴ്സ് ഉണ്ട്, അതിലൊരു മൾട്ടിവേഴ്സിൽ എനിക്ക് കിട്ടിയത് എന്ന് പറയുന്നത് ഇറഷണലാണ്. കാരണം അങ്ങനെയാണെങ്കിൽ ഇപ്പം നമുക്ക് എന്തും എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പം സയൻസിൻ്റെ അടിസ്ഥാനം വരെ അത് വെച്ചിട്ട് പോകും. കാരണം ഇതിപ്പോൾ ഇങ്ങനെ നമ്മൾ പറയുകയാണ് ഈ ഒരു സംഭവം ഇങ്ങനെ സംഭവിക്കാൻ കാരണം ഈ ഒരു തിയറിക്കുള്ള തെളിവാണ്. അതല്ല, കാരണം ഈ ഒരു തിയറി ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കാൻ സാധ്യത ഉള്ളത് എന്ന് നമ്മൾ പറയുമ്പം പോസിബിൾ വേൾഡ് ഉണ്ടല്ലോ, അതിലൊരു പോസിബിൾ വേൾഡിൽ ഇങ്ങനെ സംഭവിക്കില്ല. യഥാർത്ഥത്തിൽ മൾട്ടിവേഴ്സിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് ഈ ഒരു അർത്ഥത്തിലുള്ള ഒരു എവിഡൻഷ്യൽ ആർഗ്യുമെന്റുകൾ ഒന്നും വർക്കാവില്ല, എല്ലായിടത്തും കൊണ്ടുവരാം. പ്രത്യേകിച്ച് അൺറെസ്ട്രിക്റ്റഡ് ആയിട്ട് ഒരു മൾട്ടിവേഴ്സ് അപ്ലൈ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് മൾട്ടിവേഴ്സ് ഉണ്ട്. ഏത് വിഷയത്തിലും ഈ ന്യായം പറയാം, ഏത് വിഷയത്തിലും ന്യായം പറയാം. അതായത് ഒരു ബേസിയൻ എവിഡൻസേ അവർക്ക് വർക്കാവില്ല. അതെ, കാരണം എന്ത് നമ്മൾ ഒബ്സർവ് ചെയ്താലും നമുക്ക് പറയാലോ, ലൈക്ക് ഇങ്ങനെ കാരണം. അപ്പൊ യഥാർത്ഥത്തില് അവർ ബേസിയൻ അപ്രോച്ച് അവർ എടുക്കുന്നുണ്ടെങ്കിൽ തന്നെ അതിന്റെ അർത്ഥം അവരത് ബേസിയൻ അപ്രോച്ച് എടുക്കുന്നു, ഏതെങ്കിലും ഒരു ഫീൽഡിൽ എടുക്കുന്നുണ്ടെങ്കിൽ തന്നെ അതിൽ നിന്ന് ബേസിയൻ അപ്രോച്ച് എടുക്കാതെ സയൻസ് ചെയ്യാൻ കഴിയില്ല. അതെ, അപ്പൊ അത് അവർ എടുക്കുന്നുണ്ടെങ്കിൽ അതിൽ ഇംപ്ലൈഡ് ആണ് യഥാർത്ഥത്തിൽ അവർ ഈ ഒരു മൾട്ടിവേഴ്സ് തിയറി എടുക്കുന്നില്ല എന്നുള്ളത് ആ ഒരു സംഗതിയിൽ തന്നെ ഇംപ്ലൈഡ് ആണ്. കാരണം അവിടെ ഇത് വർക്കാവുന്നില്ല എന്ന് അവർ വിശ്വസിക്കുന്നതുകൊണ്ടാണ് അവിടെ അത് അവർ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ സപ്പോസ് ഒരു സയന്റിഫിക് ഫാക്ട് കണ്ടെത്തുന്നതിൽ അവർ ഈ ഒരു ബേസിയൻ അപ്രോച്ച് ഉപയോഗിക്കുന്നു, എന്നിട്ട് പിന്നെ അവർ നമ്മളെ അടുത്തൊന്ന് പറയാണ് ഇവിടെ ബേസിയൻ അപ്രോച്ചിൽ ഈ സംഗതി വർക്കാവില്ല കാരണം മൾട്ടിവേഴ്സ് ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ അവിടെയും മൾട്ടിവേഴ്സ് ഉണ്ട്, അതുകൊണ്ട് അവിടെയും വർക്കാവില്ല എന്ന് പറയണമായിരുന്നു. അപ്പൊ അത് ഇംപ്ലൈഡ് ആണ്, യഥാർത്ഥത്തിൽ അവർ വിശ്വസിക്കുന്നില്ല. ഇത് ഒരു ലൈക്ക് അഡ്ഹോക്ക് ആയിട്ട് രക്ഷപ്പെടാൻ വേണ്ടി കാണിക്കുന്നതാണ്. പ്രത്യേകിച്ച് അൺറെസ്ട്രിക്റ്റഡ് മൾട്ടിവേഴ്സിന് പിന്നെ കുറെ റെസ്ട്രിക്ഷൻസ് ഒക്കെ കൊടുക്കണം. ഇങ്ങനത്തെ മൾട്ടിവേഴ്സ് ഉണ്ടാവില്ല, അങ്ങനത്തെ മൾട്ടിവേഴ്സ് ഉണ്ടാവുള്ളൂ എന്ന് കുറെ റെസ്ട്രിക്ഷൻസ്. പിന്നെ അതിന്റെ ആ റെസ്ട്രിക്ഷന്റെ ഫൈൻ ട്യൂണിംഗ് ആയിരിക്കും, അതിന്റെ സാധ്യതകൾ, അതിന്റെ പ്രോബബിലിറ്റി, റെസ്ട്രിക്ഷൻ വരാനുള്ള പ്രോബബിലിറ്റി ഒക്കെ വേറെ ഇഷ്യൂസ് ആയിട്ട് പിന്നെ വരും എന്നുള്ളതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ ഈ മൾട്ടിവേഴ്സ് എന്നല്ല, ഈ ഫൈൻ ട്യൂണിംഗ് ആർഗ്യുമെന്റിനെ ഓവർകം ചെയ്യാൻ കൊണ്ടുവരുന്ന സംഗതികളൊക്കെ അവിടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ആ ഒരു ഫൈൻ ട്യൂണിംഗ് പ്രോബ്ലത്തിനെ ഒരു തലത്തിൽ നിന്ന് മറ്റൊരു തലത്തിലേക്ക് മാറ്റി പ്രതിഷ്ഠിക്കുക, അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് ബാക്കിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുക എന്ന് മാത്രമാണ് അവിടെയൊക്കെ സംഭവിക്കുന്നത്. അവിടെയൊന്നും ഒരർത്ഥത്തിലും അതിനൊരു ആൾട്ടർനേറ്റീവ് എക്സ്പ്ലനേഷൻ അല്ല യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. പക്ഷേ ഈ ഒരു പ്രോബബിലിറ്റിയെ തന്നെ
ഒരു സ്ഥലത്ത് അവർ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അത് വേറൊരു പ്ലാറ്റ്ഫോമിലേക്ക് ഈ ഒരു പ്രോബിലിറ്റി, ഈ ഒരു ലോ പ്രോബിലിറ്റി മാറ്റി വെക്കുക എന്നുള്ളത് മാത്രമാണ് അവിടെ സംഭവിക്കുന്നത്. അതെ. ഈ വിഷയത്തിൽ വരുന്ന മറ്റൊരു കോമൺ റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ ഹൂ ഡിസൈൻഡ് ദ ഡിസൈനർ. ഡിസൈനർ ആര് ഡിസൈൻ ചെയ്തു? ഇതോടൊപ്പം വരുന്ന മറ്റൊരു റെസ്പോൺസ് ആണ് ഇത് ഡിസൈൻ ചെയ്ത വലിയ ഏലിയൻസും ആയിക്കൂടെ, ദൈവം തന്നെ ആവണം എന്നെന്താണ് ഇത്ര നിർബന്ധം എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. ഈ രണ്ട് ചോദ്യത്തിനും ഒരേ മറുപടിയാണ്. ഒന്നിൻ്റെ മറുപടി മറ്റൊരു ചോദ്യത്തെ ഇല്ലാതാക്കും എന്നുള്ളതാണ്. കാരണം ദൈവത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ദൈവം ലിമിറ്റ്സ് ദൈവത്തിനില്ലാതെ, അഥവാ ദൈവം സർവജ്ഞാനിയാണ്. ദൈവത്തിന് ഇന്ന കാര്യങ്ങൾ, ഇപ്പം നമ്മുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഏലിയൻസിൻ്റെ കാര്യം പറയുന്നത് ദൈവത്തിന് അവർക്ക് ഇന്ന കാര്യങ്ങൾ അറിയുള്ളൂ, അതേപോലെ ഇന്ന കഴിവുകളെ അവർക്കുള്ളൂ എന്നുള്ളതാണ്. അപ്പം ദൈവത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ദൈവം ഓൾ നോയിങ് ആണ്, ഓൾ പവർഫുൾ ആണ്, ഓൾ ഗുഡ് ആണ് എന്ന് പറയും. അപ്പം അത് മാക്സിമൽ ആണ്. എന്താണ് ഈ മാക്സിമലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്? നമ്മളിവിടെ അൺറെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള രീതിയിലാണ് ഗോഡിൻ്റെ പവറും വില്ലും അതേപോലെ നോളജും വരുന്നുണ്ട് എന്നുള്ളതാണ്. അതേപോലെ ഗോഡ് ഫൗണ്ടേഷണൽ ബീയിങ് ആണ്. അതിൻ്റെ അപ്പുറത്ത് ഒരു എക്സ്പ്ലനേഷൻ ഇല്ല, അതാണ് ഫൗണ്ടേഷണൽ ഗ്രൗണ്ടിൽ വരുന്നത് എന്നുള്ളതാണ്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഈ അൺലിമിറ്റഡ്നെസ്സിന് ഒരു പവർ ഉണ്ട്. നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്യുമ്പോഴാണ് ഓക്കെ ഈ റെസ്ട്രിക്ഷൻസിന് എന്ത് എക്സ്പ്ലനേഷനാണുള്ളത്, അല്ലെങ്കിൽ ഈ റെസ്ട്രിക്ഷൻ വരുന്നതിന് ഫർദർ എക്സ്പ്ലനേഷൻസും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് വരേണ്ടി വരിക. ഇപ്പോൾ സേബ്കാക്ക് ഈ 5 കാര്യങ്ങൾ അറിയാം എന്ന് പറയുമ്പോൾ നമുക്കടുത്ത ചോദ്യം, ഓക്കെ ഈ 5 കാര്യങ്ങൾ എവിടെ നിന്ന് മനസ്സിലായി, എങ്ങനെ അറിഞ്ഞു എന്നുള്ളതിനൊരു എക്സ്പ്ലനേഷൻ ബാക്കിലൂടെ നമുക്ക് ആവശ്യമായി വരും. എന്നാൽ ഓൾ നോയിങ് എന്ന് പറയുമ്പോൾ അത് എന്താണ്, ഒരു മെറ്റാഫിസിക്കൽ പ്രിൻസിപ്പിളായിട്ട് നമുക്ക് എടുക്കാം. മറിച്ച് അതേ സമയത്ത് 200 കാര്യങ്ങൾ ഓൾ നോയിങ് ആണ് എന്ന് പറഞ്ഞ പ്രിൻസിപ്പിൾ എടുത്ത് കഴിഞ്ഞാൽ എന്തുകൊണ്ട് 200 ആയി, എന്തുകൊണ്ട് 300 ആയില്ല എന്നുള്ളൊരു വിഷയം വരും. എന്നാൽ ഓൾ നോയിങ് എന്നുള്ള എടുത്ത് കഴിഞ്ഞാൽ അത് ഗോഡ് നോസ് എവറിത്തിങ് ദാറ്റ് എക്സിസ്റ്റ്, അല്ലെങ്കിൽ ഗോഡ് ക്യാൻ ഡു വാട്ട് എവർ ഹി വിൽസ്. അതായത് അവിടെ നമുക്കൊരു എക്സ്പ്ലനേഷൻ കുറവാണ്. അതായത് മറ്റേതിന് കൂടുതൽ എക്സ്പ്ലനേഷൻ ആവശ്യം വരും. അതെ, ആ ലിമിറ്റേഷൻ. ഇപ്പം നമ്മൾ സയൻസിന്റെ വിഷയത്തിലൊക്കെ ഇത് അപ്ലൈ ചെയ്യാറുണ്ട്. സിമ്പിൾ ആണ്, യഥാർത്ഥത്തിൽ പറഞ്ഞാൽ സിമ്പിൾ ആയിട്ടുള്ള ലോസ് ആണ് എന്നുള്ളതാണ്. കാരണം ഈ സിമ്പിൾ ലോസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ കംപ്ലീറ്റ് ആയിട്ടുള്ള ഇത് കിട്ടും. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയാണ്, എന്താണ് ഒരു ലോ പറയാണ്, ഒരു ഫിസിക്സിന്റെ ഒരു ലോ പറയണം, എവരി ഒബ്ജക്ട് കണ്ടിന്യൂസ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ അൺലെസ് കമ്പൽഡ് ബൈ ഇനർഷ്യൽ ഫോഴ്സ് എന്നുള്ള ഒരു ലോ ഞാൻ പറയാണ്. ഈ ലോ എന്ന് പറയുന്നത് എല്ലായിടത്തും അപ്ലിക്കബിൾ ആണ്. ഓക്കെ, ഞാൻ പറയണ അതല്ല ഇന്ന സ്ഥലത്ത് അത് അപ്ലിക്കബിൾ അല്ല എന്ന് ഞാൻ പറയുമ്പം എന്തുകൊണ്ട് ആ പർട്ടിക്കുലർ സ്ഥലത്ത് അപ്ലിക്കബിൾ അല്ല, അപ്പോൾ പിന്നെ ഈ ലോ ആയിട്ട് പിന്നെ പറയാൻ കഴിയില്ല. കാരണം ഈ ലോ ഉള്ളത് കൊണ്ടാണ് ഇത് വർക്ക് ചെയ്യുന്നതാണെങ്കിൽ ലോ എല്ലായിടത്തും വർക്ക് ചെയ്യണം, ഒരേപോലെ വർക്ക് ചെയ്യണം. അതിലൊരു പർട്ടിക്കുലർ സ്ഥലത്ത് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ ഈ ലോ ആയിട്ട് പിന്നെ എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇവിടെ എന്തുകൊണ്ട് അപ്ലൈ ചെയ്യുന്നു, ഇവിടെ എന്തുകൊണ്ട് അപ്ലൈ ചെയ്യുന്നില്ല എന്നുള്ളൊരു എക്സ്പ്ലനേഷൻ കൊണ്ടുവരും, ഫർദർ എക്സ്പ്ലനേഷൻ കൊണ്ടുവരും. എന്നാൽ ഓൾ നോയിങ്, ഇപ്പം പഠിച്ചവന് ചില കാര്യങ്ങൾ അറിയില്ല, ചില കാര്യങ്ങൾ അറിയാം എന്നായിരുന്നു പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ആ ഒരു റെസ്ട്രിക്ഷൻ എന്തുകൊണ്ട് വന്നു, എന്തുകൊണ്ട് ഫൈൻ ട്യൂൺ ചെയ്യാനുള്ള റെസ്ട്രിക്ഷൻ വന്നു എന്നുള്ള രീതിയിൽ നമുക്ക് പല രീതിയിലും കൊണ്ടുവരാൻ കഴിയുന്നതാണ്. എന്നാൽ ഈ ഓൾ നോയിങ് ആണ്, ഓൾ ഗുഡ് ആണ് എന്നുള്ള അൺറെസ്ട്രിക്റ്റഡ് ആണ് ഗോഡ് എന്നതുകൊണ്ട് ഈ ഒരു പ്രശ്നം ഇവിടെ വരുന്നില്ല. ഇത് ഏലിയൻസിന്റെ വിഷയത്തിലോ അതല്ലെങ്കിൽ ദൈവമല്ലാത്തവരുടെ വിഷയത്തിലോ ഇത് ബാധകമല്ല. അതേപോലെ നമ്മൾ ഇപ്പം ചില കൺസെപ്ഷ്യലിസ്റ്റ് ആർഗ്യുമെന്റ്സ് ഒക്കെ ഉണ്ട്. കൺസെപ്ഷ്യൽ ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞാൽ പ്രിപ്പോസിഷൻസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പ്രിപ്പോസിഷൻസ് എന്ന് പറഞ്ഞാൽ ദ ടീ ഈസ് ഓൺ ദ ടേബിൾ അല്ലെങ്കിൽ ദ കപ്പ് ഈസ് ഓൺ ദ ടേബിൾ എന്നുള്ള ഒരു പ്രിപ്പോസിഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ പ്രിപ്പോസിഷൻസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പ്രിപ്പോസിഷൻസ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ഒരു മൈൻഡ് വേണം എന്നൊരു ആർഗ്യുമെന്റ് ആണ്, കൺസെപ്ഷ്യലിസ്റ്റ് ആർഗ്യുമെന്റ് ആണ്. ഈ ആർഗ്യുമെന്റ് ശരിയാവാം, ആവാതിരിക്കാം. ഓക്കെ, അത് ശരിയാവാൻ ഒരു 10% സാധ്യത ഉണ്ടെന്ന് വിചാരിക്കാം. പക്ഷെ അത് ശരിയാണ് എങ്കിൽ, അതായത് കപ്പ് ഈസ് ഓൺ ദ ടേബിൾ എന്നുള്ള പ്രപ്പോസിഷൻസ്, അതേപോലെയുള്ള പ്രപ്പോസിഷൻസ് ഏതെങ്കിലും ഒരു മൈൻഡിൽ ഗ്രൗണ്ട് ചെയ്യണം എന്നുള്ള ആർഗ്യുമെന്റ് ശരിയാവാനുള്ള സാധ്യത ഒരു 1% ആണ്, അല്ലെങ്കിൽ 0.01% ആണെന്ന് വിചാരിച്ചു. പക്ഷെ അപ്പോഴും ഈ ആർഗ്യുമെന്റ് സക്സസ് ആയാൽ എല്ലാ പ്രപ്പോസിഷൻസും ഗോഡിൽ ഗ്രൗണ്ട് ചെയ്യണം. ഓക്കെ, പകുതി പരിപാടിയില്ല. ഇപ്പോൾ പ്ലാറ്റോണിക് വ്യൂ ഉണ്ട്. പ്ലാറ്റോണിക് വ്യൂ എന്ന് പറഞ്ഞാൽ നമ്പേഴ്സ് ഒക്കെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്പേഴ്സ് ഒക്കെ ആക്ച്വലി ഒരു പ്ലാറ്റോണിക് വേൾഡിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു വ്യൂ ആണ്. നാച്ചുറലിസ്റ്റുകളും പല നിരീശ്വരവാദികളൊക്കെ പറയുന്നൊരു വാദമാണ് പ്ലാറ്റോണിക് വേൾഡിൽ നമ്പേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നവർ ആരും പറയുന്നില്ല 5 6 വെച്ച് ബാക്കി എല്ലാം എക്സിസ്റ്റ് ചെയ്യുന്നതല്ല അവർ പറയുന്നത്. അവരെല്ലാം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒന്നുകിൽ എല്ലാം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഇല്ല. ഈ 2 ഓപ്ഷനേ ഉള്ളൂ. മനസ്സിലായത്? എല്ലാ നമ്പേഴ്സും ഒന്നെങ്കിൽ പ്ലാറ്റോണിക് വേൾഡിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ
ഉം. ഈ 2 ഓപ്ഷൻസേ ഉള്ളൂ. ഉം. അപ്പോൾ പ്ലാറ്റോണിസത്തിനുള്ള ആർഗ്യുമെന്റ്സ് ശരിയാവാനുള്ള സാധ്യത ഒരു 10% ആണെങ്കിൽ തന്നെ എല്ലാ നമ്പേഴ്സും അവിടെ കിട്ടി. ഉം. ഉം. അല്ലെങ്കിൽ ഒരു ലെറ്റ്സ് ഒരു 0.0001% ആണെങ്കിൽ പോലും അതിൽ വെച്ചിട്ട് നമുക്ക് എല്ലാ നമ്പേഴ്സും കിട്ടി. പക്ഷെ അതല്ലാതെ എല്ലാത്തിനും ഉള്ള ഒരു എക്സ്പ്ലനേഷൻ അതിലൂടെ അതിൽ കിട്ടും. അതല്ലാതെ എല്ലാ നമ്പേഴ്സും ഒരു സ്ഥലത്ത് വരാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ വളരെ കുറവായിരിക്കും. ഉം. ഉം. മനസ്സിലായില്ലേ? അങ്ങനെ അല്ലാതെ ഉം. ഇപ്പോൾ ലെറ്റ്സ് ഞാൻ പറയാണ് സപ്പോസ് പ്ലാറ്റോണിക് വേൾഡിൽ 2 എക്സിസ്റ്റ് ചെയ്യുന്നില്ല, ബാക്കിയെല്ലാം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ പറയുകയാണെങ്കിൽ അവിടെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ആർഗ്യുമെന്റ് യൂസ് ചെയ്യാൻ കഴിയില്ല. ഉം. ഉം. കാരണം ഈ ആർഗ്യുമെന്റ് യൂസ് ചെയ്ത് എല്ലാ നമ്പറും അവിടെ എത്തിപ്പോയി. ഉം. അപ്പൊ ഞാൻ എന്ത് ചെയ്യേണ്ടി വരും? ഇങ്ങനെ സംഭവിക്കാനുള്ള സാധ്യത എത്രയാ? മൊത്തത്തിൽ നമ്പർ ഉണ്ട് നോക്കേണ്ടി വരും. ഉം. അതന്നെ. അതിന്റെ കോമ്പറ്റീഷൻ അടിയിൽ വരേണ്ടി വരും. എന്നിട്ട് അതിൽ 2 മാത്രം പുറത്തെത്താനുള്ള. അപ്പം ലെറ്റ്സ് മൊത്തം ലോകത്ത് മൊത്തം ഒരു 100 ഫാക്റ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. ഉം. 100 ഫാക്റ്റ് ഉണ്ടെങ്കിൽ അതിലൊരു 95 ഫാക്റ്റ് അറിയുന്ന ആളാണ് ഗോഡ് എന്ന് വിചാരിക്കാം. അപ്പം അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യത എത്രയാ? ആ 95 എന്ന് പറഞ്ഞ ആ ഒരു കോമ്പിനേഷൻ ഉണ്ടല്ലോ, അത് ഒരു പോസിബിലിറ്റിയാണ്. ടോട്ടൽ നമ്പർ ഓഫ് കോമ്പിനേഷൻസ് ആക്ച്വലി 100 ഫാക്റ്റ് ആണെങ്കിൽ 100 എന്നല്ല വരിക, 100ന്റെ കോമ്പിനേഷൻസാണ് വരിക. ഓക്കെ, കോമ്പിനേഷൻ പെർമ്യൂട്ടേഷൻ വെച്ചൊക്കെ NPR NCR ഒക്കെ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് ആ 100ന്റെ കോമ്പിനേഷനാണ് വരിക. അപ്പം അത്രയും കുറവായിരിക്കും ഈ ഒരു 95 ഫാക്ട്സ് അറിയാന്നുള്ളത്. പക്ഷെ 100 ഫാക്ട്സ് അറിയണമെങ്കിൽ, അല്ലെങ്കിൽ 100 എക്സിസ്റ്റ് ചെയ്യുന്ന എല്ലാ ഫാക്ട്സും അറിയണമെങ്കിൽ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്കിങ്ങനെ പ്രോബിലിറ്റി വെച്ച് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ആർഗ്യുമെന്റ് അപ്ലൈ ചെയ്താൽ മതി. ഈ ആർഗ്യുമെന്റ് സക്സസ് ആവാനുള്ള സാധ്യത ഈവൻ 0.1% ആണെങ്കിൽ പോലും അത് മതി നമുക്ക് ഗോഡിന്റെ പ്രെയർ സെറ്റ് ചെയ്യാൻ. ഓക്കെ, 0.1% ഗോഡിന്റെ പ്രെയർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫൈൻ ട്യൂണിങ് ആർഗ്യുമെന്റ് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെ 99.99 എത്തിക്കോളും. കാരണം ഫൈൻ ട്യൂണിങ് ആർഗ്യുമെന്റ്സ് അതിന്റെ എന്താ പറയുക നമ്പേഴ്സ് എന്ന് പറയുന്നത് അത്രയും ഹൈ ആണ്. അപ്പോൾ അതാണ് നമ്മളവിടെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഏലിയൻസിന് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. കാരണം പ്രപ്പോസിഷൻസ് ഒക്കെ ഗ്രൗണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഗ്രൗണ്ട് ചെയ്യേണ്ടത് ഒരു ഫൗണ്ടേഷണൽ ബീയിങ്ങിലായിരിക്കണം. ഏലിയൻസ് ഫൗണ്ടേഷണൽ ബീയിങ് അല്ല. ഇനി അതല്ല, ഫൗണ്ടേഷണൽ ആയിട്ടുള്ള, അതായത് ഓൾ നോയിങ് ആയിട്ടുള്ള, ഓൾ പവർഫുൾ ആയിട്ടുള്ള, ഓൾ ഗുഡ് ആയിട്ടുള്ള ഏലിയൻസ്, നിങ്ങൾ ഏലിയൻസ് എന്നോ നിങ്ങൾ എന്താ വെച്ചാൽ വിളിച്ചാലും ദാറ്റ് ഡസന്റ് മാറ്റർ. അപ്പോൾ യഥാർത്ഥത്തിൽ ഏലിയൻസിനെ അവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ ആ ഏലിയൻസിൻ്റെ ആ ഒരു ലിമിറ്റുകൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ അഗെയിൻ അതിന് കുറേ എക്സ്പ്ലനേഷൻ ആവശ്യം വരും. അതേപോലെ അതിൻ്റെ പ്രോബിലിറ്റി കുറയുന്ന ആ ഒരു കോമ്പിനേഷൻ വെച്ചിട്ട് നമുക്ക് പ്രോബിലിറ്റി അഗെയിൻ അതിൻ്റെ പ്രയറിനെ അത് ബാധിക്കും. എന്നാൽ നമ്മൾ ഒരു ഓൾ നോയിങ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷണൽ ബീയിങ് അവിടെ കൊണ്ടുവരുമ്പോൾ നമുക്ക് എല്ലാത്തിനെയും എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുന്നതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് കൂടുതൽ പ്രയർ കിട്ടും എന്നുള്ളതാണ് അല്ലേ? അതെ. കാരണം നമ്മളടുത്ത് എന്ത് ആർഗ്യുമെന്റ്സ് ഉണ്ട്? ഗോഡിനെ എല്ലാം അറിയാം, അല്ലെങ്കിൽ ഓൾ നോയിങ് ആയിട്ടുള്ള ഒരു ബീയിങ് ഉണ്ട്, അല്ലെങ്കിൽ കൺസെപ്ഷ്യലിസ്റ്റ് ആർഗ്യുമെന്റ് പോലുള്ള ആർഗ്യുമെന്റ്സ് ഉണ്ട്. അല്ലെങ്കിൽ ഇപ്പം കണ്ടിജൻസി ആർഗ്യുമെന്റിൽ നെസസറി ബീയിങ് ഉണ്ടെങ്കിൽ ആ നെസസറി ബീയിങ് എല്ലാ പോസിബിൾ വേൾഡിലുള്ള എല്ലാ കണ്ടിജന്റ് ഫാക്ടിനെ എക്സ്പ്ലെയിൻ ചെയ്യണം. എല്ലാ കണ്ടിജന്റ് ഫാക്ടിനെ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ആ നെസസറി ബീയിങ് ഓൾ പവർഫുൾ ആയിരിക്കണം. കാരണം എല്ലാ പോസിബിൾ വേൾഡിലുള്ള സാധ്യമായ എല്ലാത്തിനെയും എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണെങ്കിൽ സാധ്യമായ എല്ലാത്തിനെയും കോസ് ചെയ്യുന്ന ആ ബീയിങ് ആണ്. സാധ്യമായ എല്ലാത്തിനെയും കോസ് ചെയ്യണമെങ്കിൽ ആ ബീയിങ് എന്തായിരിക്കണം? പവർഫുൾ ആയിരിക്കണം. ഓക്കെ, ഞാൻ പറഞ്ഞില്ല, ഈ ആർഗ്യുമെന്റ് വർക്കാവുമെങ്കിൽ നമുക്ക് ഫുൾ ഫാക്ട് കിട്ടും. അതാണ് ഇതിന്റെ ബെനിഫിറ്റ്. ഓക്കെ, അതുകൊണ്ട് അത് വർക്കാവാനുള്ള സാധ്യത ഒരു 10% ആണെങ്കിൽ പോലും ബാക്കി കാര്യം ഫൈൻ ട്യൂണിങ് ആർഗ്യുമെന്റ് നോക്കിക്കോളും. ഓക്കെ, മറിച്ച് അതേ സമയത്ത് ഗോഡിന് ലെറ്റ്സ് ഒരു ഇപ്പൊ ഏലിയൻസിന്റെ വിഷയം എടുക്കുകയാണെങ്കിൽ ഏലിയൻസിന് എല്ലാ പവറും ഇല്ല, കുറച്ച് പവറുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ കുറച്ച് പവറുകളെടുത്ത് ഈ ആർഗ്യുമെന്റ് നമുക്ക് അപ്ലൈ ചെയ്യാൻ കഴിയില്ല. മാത്രമല്ല ഏലിയൻസ് ഫൗണ്ടേഷണൽ ബീയിങ് അല്ല, നമ്മളിവിടെ നെസസറി ഫൗണ്ടേഷൻ ബീയിങ് എടുത്തും അപ്ലൈ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ പിന്നെ ഏലിയൻസിനെ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ ഈ ഒരു പർട്ടിക്കുലർ ഫാക്ട്സ് ഉള്ള മനുഷ്യനെ ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ പ്രപഞ്ചവും ഫൈൻ ട്യൂണിങ് ഒക്കെ ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു ലിമിറ്റഡ് ബീയിങ്, അതിന്റെ പ്രോബിലിറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മനുഷ്യന്റെ കാര്യത്തിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. അപ്പം നമ്മൾ പ്രത്യേകിച്ച് ഒരു സ്റ്റെപ്പ് ബാക്കിലോട്ട് പോയി എന്നല്ലാതെ വേറെ ഗുണമൊന്നും അതുകൊണ്ടുണ്ടാവില്ല. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അഗെയിൻ അവിടെയും ഒരു ഒരു സ്റ്റെപ്പ് ബാക്കിലേക്ക് കൊണ്ടുപോവുക, മറ്റൊരു തലത്തിലേക്ക് അതിനെ കൊണ്ടുപോവുക. അവിടെ അഗെയിൻ ഫർദർ അവിടെയും ഈ ഫൈൻ ട്യൂണിങ് പ്രോബ്ലം വരും എന്ന് മാത്രമാണ് സംഭവിക്കുന്നത്. അതെ. അപ്പോൾ അതിന് കൃത്യമായിട്ടുള്ളൊരു വിശദീകരണം നമുക്ക് നൽകാൻ കഴിയുന്നത് അവിടെ ഒരു ഫൗണ്ടേഷണലായിട്ടുള്ളൊരു ബീയിങ്, അതായത് ഒരു പ്ലാനർ, ഒരു ഡിസൈനർ ഉണ്ട് എന്നുള്ള സംഗതിയിലാണ് നമുക്ക് അവിടെ കൃത്യമായിട്ടുള്ള ഒരു ആൻസർ. ഫൗണ്ടേഷണൽ ആൻഡ് അൺലിമിറ്റഡ്, ഈ രണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് അതിനെ വ്യതിരിക്തമാക്കുന്നത്. അതെ, മറ്റ് ഒരു ഓപ്ഷൻസിൽ നിന്ന് വ്യതിരിക്തമാക്കുന്നതും എന്തുകൊണ്ട് ഡിസൈനറിന് ഒരു ഡിസൈനർ ആവശ്യമില്ല എന്ന ചോദ്യത്തിന് മറുപടി പറയുന്നതും രണ്ടും ഒരു വെടിക്ക് രണ്ട് പക്ഷിയാണ്. അതെ.
അപ്പോൾ ഇതാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ ആർഗ്യുമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കാനുള്ളത്. അപ്പോൾ അതിൽ നമ്മൾ പല ഘടകങ്ങളും ആരാണ് ഈ ഡിസൈനറെ ഡിസൈൻ ചെയ്തത് എന്നതിൻ്റെ ഒരു ഉത്തരവും, അതേപോലെ ഈ ഡിസൈൻ ആർഗ്യുമെൻറ്റിലെ അല്ലെങ്കിൽ ഫൈൻ ട്യൂണിങ് ആർഗ്യുമെൻറ്റ് പോലെയുള്ള ആർഗ്യുമെൻറ്റുകളൊക്കെ പിന്നെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കൊണ്ടുവരുന്ന കാര്യങ്ങൾ യഥാർത്ഥത്തിൽ അതിനെ ആ ഒരു ഫൈൻ ട്യൂണിങ് പ്രോബ്ലത്തെ അഡ്രസ്സ് ചെയ്യുന്നില്ല. അത് മറ്റൊരു തലത്തിലേക്ക് മാറ്റുക മാത്രമാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കിതിലൂടെ വ്യക്തമായിട്ട് ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇനിയും ഇതുപോലുള്ള വിഷയങ്ങൾ മറ്റു വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.